അടുത്തത് റഷീദിക്കടയിൽ നിന്ന് മറ്റൊരു കപ്പ വിഭവമാണ് വരാൻ പോകുന്നത്. ഇതൊരു കപ്പ വിഭവമാണെങ്കിൽ കൂടെ ഇതിനൊരു ചൈനീസ് ചായ ഉണ്ടല്ലേ? ഉണ്ട് അല്ലേ? കാര്യം സോസുകൾ ഒരുപാടുണ്ട്. പക്ഷേ വെജിറ്റബിൾസ് അല്ലെ, സെലറി, സ്പ്രിംഗ് അണിയൻ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കപ്പ ചില്ലിക്ക് വേണ്ട കൂട്ടുകാരെന്ന് റഷീദക്ക പറഞ്ഞു തരും. റഷീദക്ക എന്തൊക്കെയാണ് വേണ്ടത്? ഇവിടെ തൊട്ട് തുടങ്ങാം. കളർ ക്യാപ്സിക്കം, മൂന്ന് കളർ. അതാ നമ്മുടെ പതാക പോലെ കുറെ കളർ ഉണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചി, ജൂലിയൻ കട്ട്, നീളത്തിലരിഞ്ഞ ഇഞ്ചിയുണ്ട്. വെളിച്ചെണ്ണ, ഉപ്പ്, 2 പേസ്റ്റ്, വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് ഉണ്ട്. പിന്നെ സോസുകൾ സോയാ സോസ് ഉണ്ട്, ടൊമാറ്റോ സോസ് ഉണ്ട്, ചില്ലി സോസ് ഉണ്ട്, വെളുത്തുള്ളി അതും നീളത്തിലരിഞ്ഞത്, മൈദ, കോൺഫ്ലോർ, സെലറി, സ്പ്രിംഗ് അണിയൻ, സവാള. ഇത്രയും സംഭവങ്ങളാണ്. പിന്നെ കപ്പ തുടക്കത്തിൽ കാണിച്ചു. ഇത്രയും സംഭവങ്ങളാണ് കപ്പ ചില്ലിക്ക് വേണ്ടത്. തീർച്ചയായിട്ടും ഇതുവരെ ഇങ്ങനെ ഒരു വിഭവം കേട്ടിട്ടില്ല. നമ്മൾ കപ്പ ബിരിയാണി കേട്ടിട്ടുണ്ട്, ഇപ്പോൾ കുറച്ച് മുമ്പ് കപ്പ ഫിഷ് ഫ്രൈ, അതും ഒരു പുതിയ വിഭവമായിരുന്നു. ഇത് പക്ഷേ ഇങ്ങനെ ആരും ചിന്തിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഇത് ആദ്യത്തെ തവണയാണ് ചേട്ടാ ഇത് പ്രിപ്പയർ ചെയ്യുന്നത്, അതോ ഇത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്? ഇതിനു മുമ്പ് ഇത് രംഗത്ത് ഇപ്പോഴാണ് ഇത് പിറക്കാൻ പോകുന്നത് ലോകത്തേക്ക്, ആണല്ലേ? അപ്പോൾ റഷീദിക്കയുടെ കയ്യിൽ നിന്ന് ഒരു പുതിയ വിഭവം കൂടെ പിറവിയെടുക്കാൻ പോവുകയാണ്. ഞാനായിരിക്കും ഡെലിവറി എടുക്കുന്നത്. ശരി, തുടങ്ങാം. ആദ്യം തന്നെ അല്പം കോൺഫ്ലോർ ഇതിനൊന്ന് മിക്സ് ചെയ്യണം. കപ്പ മിക്സ് ചെയ്യണം അല്ലേ? ശരി. ഒരു കപ്പ കൂട്ട് ഉണ്ടാക്കണം. ശരി. ഒരു 3 സ്പൂൺ കൂന കൂട്ടി 3 സ്പൂൺ എടുത്തിട്ടുണ്ട്. മൈദ 1.5 സ്പൂൺ മൈദ. ശരി. പിന്നെ സോസുകൾ, സോയാ സോസ് അത് എത്ര ഏട്ടാ? എല്ലാം തുല്യ അളവിലാണ്. 3/4 സ്പൂൺ സോയാ സോസ്, 3/4 സ്പൂണ്. ഇനി അടുത്ത ടൊമാറ്റോ സോസ് 2 സ്പൂൺ. ശരി. ചില്ലി 1.5. അപ്പോൾ അതിൻ്റെ കണക്കൊന്ന് ഓർത്തോണം. സോയ 3/4, ടൊമാറ്റോ 2, ചില്ലി 1.5. അതാണ് ആ സോസുകളുടെ കണക്ക്. ഇനി അടുത്തത് ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റും ഇഞ്ചി പേസ്റ്റും ചേർക്കുന്നു. അതും ഓരോ ഫുള്ളായിട്ട് ഒരു കൂന കൂട്ടി ഓരോ സ്പൂണുകൾ കേട്ടോ. ഉപ്പ് ചേർക്കുകയാണ്. പാകത്തിന് ഉപ്പ് ചേർത്തു. ശരി. ഇനി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം അല്ലേ? ബാറ്റർ ആക്കണം. എങ്ങനത്തെ കട്ടിയായിരിക്കും? നമ്മുടെ ഒരു ചപ്പാത്തി മാവ് പരുവാണോ? അല്ല, തിക്കായിട്ട് അല്ലേ? നമുക്ക് കാണാമല്ലോ ചേട്ടാ. മുക്കി എടുത്ത് ഫ്രൈ ചെയ്തിറക്കാൻ. അപ്പിടിയാ. കാര്യം ഈ സ്പൂണും ബാക്കിയുള്ള സംഭവങ്ങളും ഫോർക്കൊക്കെ സായിപ്പന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന സംഭവമല്ലേ. കാര്യം അവരുടെ നാട്ടിൽ ഈ വെള്ളമൊന്നും കൈവച്ചൊന്നും എടുക്കാൻ പറ്റില്ല. എപ്പോഴും കട്ടിയായിട്ടിരിക്കും. പിന്നെ അല്ലെങ്കിൽ എപ്പോഴും കൈ കഴുകുന്ന ബുദ്ധിമുട്ട്. നമ്മളിവിടെ വൃത്തിയായിട്ട് നമുക്ക് നല്ല പ്രകൃതി എല്ലാം കനിഞ്ഞ് അനുഗ്രഹിച്ചിട്ടുണ്ട്. നല്ല കാലാവസ്ഥ, വലിയ തണുപ്പില്ല. അപ്പോൾ കൈ കഴുകാനും കൈവച്ച് കുഴയ്ക്കാനും കൈവച്ച് കഴിക്കാനും ഉള്ള എല്ലാ സ്വാതന്ത്ര്യവും തന്നിട്ടുണ്ട്. എന്നിട്ടാണ് നമുക്ക് ഇത്ര അഹങ്കാരം. അങ്ങനെ നമ്മുടെ കപ്പ മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അവിടെ അടുപ്പും കത്തിച്ച് കഴിഞ്ഞു. അതെ, ബഹളമായിട്ടുണ്ട്. ചീനച്ചട്ടി അതിലേക്ക് എടുത്ത് വെക്കുകയാണ്. എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അന്ന് ചൂടായതിനു ശേഷം അല്ലേ? അപ്പോൾ ഇനി എണ്ണയൊന്ന് തിളയ്ക്കുക അല്ലേ ചേട്ടാ? അപ്പോൾ പരുവത്തിന് എണ്ണ തിളച്ചു എന്ന് തോന്നുന്നു. നമുക്ക് പതുക്കെ ഓരോന്നായിട്ട് അങ്ങ് ഇടാം. ശരി. അപ്പോൾ നമ്മൾ ബാറ്ററിൻ്റെ അകത്ത് കപ്പ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് ഓരോന്നായിട്ട് കപ്പയുടെ ഓരോ പീസായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഫിംഗർ ചിപ്സ് പോലെ വിരലിൻ്റെ ആകൃതിയിലാണ് മുറിച്ചെടുത്തേക്കുന്നത് കേട്ടോ. ബോയിൽ ചെയ്തിട്ടാണ് കട്ട് ചെയ്തത് അല്ലേ? അല്ലെങ്കിൽ ബോയിൽ ചെയ്തതിന് ശേഷമാണ് കട്ട് ചെയ്തേക്കുന്നത്. ഈ കപ്പയെ യഥാർത്ഥത്തിൽ നമ്മുടെ മലയാളി അല്ല കേട്ടോ. ഇതിനെ നമുക്ക് എവിടെന്നോ ഏതോ രാജാവ് ഇവിടുത്തെ ഏതോ ഒരു ബുദ്ധിമുട്ടുള്ള സമയത്ത് എവിടെന്നോ കൊണ്ടുവന്നൊക്കെയാണ് അല്ലേ? ബ്രസീലിൽ നിന്ന് എങ്ങാണ്ട് കൊണ്ടുവന്നതാണെന്ന് തോന്നുന്നു അല്ലേ? ഏതോ ഒരു വിദേശിയാണ് ഈ കപ്പയെന്ന് പറയുന്ന സംഭവം. ഏകദേശം ഒരു 5-10 മിനിറ്റ് സമയം കൊണ്ട് നമ്മുടെ കപ്പയൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി പതുക്കെ അത് വറുത്ത് കോരാം. അപ്പോൾ നമ്മൾ കപ്പ നേരത്തെ ബാറ്ററിൽ മുക്കിയത് ഫ്രൈ ചെയ്ത് കോരി കഴിഞ്ഞു, വറുത്ത് കോരി കഴിഞ്ഞു. ഇനി ബാക്കി അതേ എണ്ണയിൽ തന്നെ നമ്മൾ സവോളയും ബാക്കിയുള്ള മസാലയും കൂടെ ചെയ്യാൻ പോകും അല്ലേ? ശരി, ചെയ്യാം.
കപ്പ ചില്ലിയുടെ മസാല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ എടുത്ത അതേ എണ്ണയിൽ തന്നെ, അതായത് കപ്പ വറുത്ത അതേ എണ്ണയിൽ തന്നെയാണ് സവാള ഇട്ട് കൊടുത്തത്. അത് നല്ല പൊൻനിറം ആവാൻ വേണ്ടി, അതോ ചെറുതായിട്ട് പാടി കിട്ടിയാൽ മതി? നല്ല പൊൻനിറമാണ്, നല്ല വഴറ്റി കിട്ടും. ബാക്കി മസാല എന്തൊക്കെയാണ് ചേട്ടാ പറഞ്ഞോളൂ? ജിഞ്ചർ പേസ്റ്റ്, അതായത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്, അതൊക്കെ ഇത്രയും ഇടാം. ഇവിടെ ഇത്രയും ശകലം കൂടി ഇടാം, കുറച്ചുകൂടെ ഇടാം. ഏത് വേണം? വെളുത്തുള്ളിയാണോ? വെളുത്തുള്ളി. ഇവിടെ ഇഞ്ചി വേണോ? ഇഞ്ചി കുറച്ചുകൂടെ വേണോ? ഇഞ്ചി മതി. ശരി. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിന്ന് പകുതി ഇടണം. അതിൽ നിന്ന് പകുതി ഇടാം. അതായത് ഇതിൽ ക്യാപ്സിക്കം പകുതി ഗാർണിഷിന് വേണ്ടി വെച്ചേക്കണം കേട്ടോ. ഇതിൽ മഞ്ഞയുണ്ട്, ചുമപ്പുണ്ട്, പച്ചയുണ്ട്, ഇത്രയും 3 കളർ ക്യാപ്സിക്കം ഉണ്ട്. അതിൽ പകുതിയെ നമ്മൾ ഇടുന്നുള്ളൂ, ബാക്കി പകുതി അലങ്കരിക്കാനായിട്ട് അവസാന ഭാഗത്തിനായിട്ട് വെച്ചേക്കാണ്, ക്ലൈമാക്സ് സീനിന് വേണ്ടി വെച്ചേക്കാണ്. ശരി. ആഹാ, അതിട്ടപ്പോൾ ഒരു ഭംഗി വന്നല്ലേ? ചൈനക്കാരുടെ നമ്പർ ഇതൊക്കെയാണ് അല്ലേ? പല നിറത്തിലുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് അവരതിനെ വളരെ കളർഫുള്ളാണ്. സെലറിയും സ്പ്രിംഗ് ഒണിയൻ ബാക്കി നമുക്ക് അലങ്കരിക്കാം. ഓക്കെ, അതും കുറച്ച് സെലറി ഇട്ട് കൊടുക്കുക, കുറച്ച് സ്പ്രിംഗ് ഒണിയൻ ഇട്ട് കൊടുക്കുക, സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നു 1 സ്പൂണ്. ടൊമാറ്റോ സോസ് അത് മരയാണോ ചേട്ടാ? ഇല്ല, അതൊരു 1.5. അതൊരു 1.5 സ്പൂൺ വേണം എന്നാണ് ചേട്ടൻ പറയുന്നത്. 1.5 ചില്ലി. ഇപ്പോഴാണ് കയ്യാൾക്ക് ഇതിലൊരു പ്രാതിനിധ്യം വന്നത്. ഇതുവരെ കയ്യാൾ വെറും കാഴ്ചക്കാരനും വാചോടിക്കാരനും മാത്രമായിരുന്നു. അപ്പം മേശ്ശേരി കയ്യാളെ കൊണ്ട് പണിയൊക്കെ ചെയ്യിച്ചു തുടങ്ങി. ശരി, ഇനി സാൾട്ട്. അടുത്തത് മുളക് പൊടിയാണ്. പക്ഷേ ഈ മുളക് പൊടിയുടെ കാര്യം മാത്രം തുടക്കത്തിൽ നമ്മൾ ചേരുവകൾ പറഞ്ഞപ്പോൾ ഒന്ന് വിട്ടുപോയി അല്ലേ? നമ്മൾ ആ ബഹളത്തിനിടയിൽ ഒന്ന് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇല്ലായിരുന്നു. അപ്പോൾ പൊടികളിൽ മുളക് പൊടി ഉണ്ട് കേട്ടോ. അത് ചേട്ടാ ഇത്രയും കൂന കൂട്ടി 1 സ്പൂണ്. ഒന്ന് മതി. കാര്യം ചൈനീസ് ചൊവയുള്ള കാരണം ഇവൻ അധികം എരിവ് പാടില്ല, ലുക്കേ പാടുള്ളൂ. ഈ ചൈനീസ് ഡിഷസ് ഒക്കെ അതുപോലെയാണ് കേട്ടോ. കണ്ടാൽ തോന്നും എരിവ് ഒന്ന് പണ്ടാരെ ഉടങ്ങുന്നു, പക്ഷെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു എരിവും കാണത്തില്ല. ഇതിനും അതുകൊണ്ട് കുറച്ച് മുളക് പൊടി മതി കേട്ടോ. നമുക്ക് അടുത്തത് കപ്പ ഇടാൻ അതാണ് നേരത്തെ വറുത്തു കോരിയ കപ്പ ഇതിലേക്ക് ചാടാൻ പോവുകയാണ്. അങ്ങനെ കപ്പ ചില്ലിയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു. എളുപ്പമായിക്കോട്ടെ കേട്ടോ. അപ്പൊ കപ്പ ഫ്രൈ ചെയ്ത് വെച്ച കപ്പയും കൂടെ ഇട്ട് കൊടുത്തു. കപ്പ ചില്ലിയുടെ കഥ കഴിഞ്ഞിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഗാർണിഷും കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. വാ, എടാ കപ്പ ചില്ലി പതുക്കെ ഇതിലോട്ട് അങ്ങനെ. അതായത് നല്ലൊരു ഡാർക്ക് കളർ ഡിഷാണ് കേട്ടോ, ഡാർക്ക് ബ്രൗൺ. അത് വെള്ള പ്ലേറ്റിലേക്ക് അതിനെ അങ്ങോട്ട് മാറ്റുമ്പോൾ അവൻ്റെ ഭംഗി മാറുന്ന ഒരു കാഴ്ച അല്ലേ? മാറിക്കൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ ഏറെ കാത്തിരുന്ന കപ്പ ചില്ലി റെഡി ആയിട്ടുണ്ട്. വെള്ള പ്ലേറ്റിലേക്ക് മാറ്റിയപ്പോൾ അതിൻ്റെ ഭംഗി നിങ്ങൾക്ക് കാണാം. അതായത് ചുമന്ന കളറും ഡാർക്ക് ബ്രൗൺ കളറും യെല്ലോ കളറും എല്ലാം അതിൽ നമുക്ക് വളരെ എവിഡൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ചെറിയ മിനുക്ക് മണികളൂടെ ബാക്കിയുണ്ട്, അതും കൂടെ നമ്മളിപ്പോൾ കഴിയും. അങ്ങനെ റഷീദിക്കയുടെ അനുവാദത്തോടു കൂടി, നിങ്ങളുടെ കൂടെ അനുവാദത്തോടു കൂടി ഞാൻ കപ്പ ചില്ലി ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. കേട്ടപ്പോൾ ഞാൻ വളരെ ഒരു ചെറിയ ഡിഷാണെന്ന് വിചാരിച്ചു. അതായത് വലിയ പ്രിപ്പറേഷനൊന്നും കാണത്തില്ല, എളുപ്പം കുറച്ച് പൊടി നമ്പറുകളൊക്കെ കാണിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതിൻ്റെ അവസാനം കാണാൻ പറ്റിയത് വളരെ മനോഹരമായിട്ട് വളരെ ചിട്ടയോടുകൂടി പ്രിപ്പയർ ചെയ്ത നല്ലൊരു ഡിഷാണ്. അതിന് ടേസ്റ്റ് ചെയ്ത് കൂടെ നോക്കണം. ഒരു കൊച്ചു കുട്ടിയെ പോലെ, അതായത് ഇപ്പോഴത്തെ റിയാലിറ്റി ഷോയിൽ പാട്ട് പാടിക്കഴിഞ്ഞ് റിസൾട്ട് അറിയാൻ നിൽക്കുന്ന കൊച്ചു കുട്ടിയെ പോലെയാണ് റഷീദിക്ക് എന്നെ നോക്കി കാണുന്നത്. അതിൻ്റെ ക്രിസ്പിനെസ് പോയി കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ക്രിസ്പിനെസ് പോയിട്ടില്ല കേട്ടോ, ഇല്ല. അതായത് പരിചയസമ്പന്നതയ്ക്ക് എത്രത്തോളം വിലയുണ്ടെന്നും എത്രത്തോളം മാഹാത്മ്യമുണ്ടെന്നും ഒരു പാചകക്കാരൻ്റെ എനിക്കിന്ന് മനസ്സിലാക്കാൻ പറ്റി. അദ്ദേഹത്തിൻ്റെ 30 അല്ലെങ്കിൽ 40 കൊല്ലത്തോളമുള്ള പാചക നൈപുണ്യം മുഴുവൻ ഇന്ന് 2 വിഭവങ്ങൾ, അതായത് പുതിയ ജനറേഷനോട് കിടപിടിച്ചുകൊണ്ട് എന്നാൽ അധികം ആധുനികതയൊന്നും വലിച്ചുവാരി ഇടാതെ
അതിപ്പം പുതിയ ജനറേഷൻ ചെയ്യുന്ന ചിലർ, അവരെ ഞാൻ തള്ളിപ്പറയുന്നല്ല, ഒരുപാട് ആധുനികത വന്ന് അതായത് നമ്മുടെ ട്രഡീഷണൽ വാല്യൂസ് ഒട്ടും ഇല്ലാതെ അത് പോകും. പക്ഷേ ഇവിടെ ഇദ്ദേഹം ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും അവനെ ഇവനെ ഒന്നും വിടാതെ എല്ലാം കൂടെ കപ്പയും ഒന്നും എല്ലാം കൂടെ സമന്വയിപ്പിച്ചുകൊണ്ട് വളരെ മനോഹരവും സ്വാദിഷ്ടവുമായ ഒരു വിഭവം ഒരുക്കി. 2 വിഭവങ്ങളാണ് ചെണ്ടയിൽ നിന്ന് കിട്ടിയത്. വളരെ വളരെ നന്ദി ചേട്ടാ, എന്നെ ഒന്ന് അനുഗ്രഹിച്ചോളൂ. നന്നായി വരട്ടെ ഞാനും എൻ്റെ കുടുംബം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ പരിപാടിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എഴുതി അറിയിക്കാൻ ഒരു അഡ്രസ്സ് തരാം. ഇറ്റ്സ് to the producer Swad, Jai Hind TV, Karmal Arcade, Eastwood, Trivandrum, and our email address is swad@jahindtv.in. ചേട്ടാ, അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക അഡ്വൈസോ എന്തെങ്കിലും കൊടുക്കാനുണ്ടോ ചേട്ടൻ? അങ്ങനെയൊന്നുമില്ല, എല്ലാം കൊടുത്തു. ചേട്ടൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ എല്ലാം ചേട്ടൻ്റെ മനസ്സിലുള്ളത് മുഴുവൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ശരി, അപ്പോൾ ഞാനും പ്രശീദേട്ടൻ നിങ്ങളുടെ ഇവിടെ ചോദിക്കുന്നു. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.